ഹായ് ഓൾ, മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളെ വിട്ടുപോയതിനു ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി മറന്നിട്ട് മുന്നോട്ട് പോയ ഒരു എനർജി അല്ല, മറിച്ച് റിഫ്ലക്ഷൻ, ഹോപ്പ്, ഇമോഷൻസ്, അതുപോലെ തന്നെ നിങ്ങളോടൊപ്പമുള്ള നല്ലൊരു കണക്ഷൻ, ഇതെല്ലാം തന്നെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തം ഫീലിങ്സിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു ഫേസാണ്. ഇവിടെ നിങ്ങളുമായി വിട്ടുപിരിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വ്യക്തി പുറമേ നോർമലായിട്ടാണ് പെരുമാറുന്നത്, എന്നാൽ ഉള്ളിൽ ഒരുപാട് ചിന്തകളാണ്, ഒരുപാട് ചോദ്യങ്ങളാണ് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തൻ്റെ ലൈഫ് എവിടേക്കാണ് പോകുന്നത്, താൻ എടുത്ത തീരുമാനം ശരിയായിരുന്നോ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തകളാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കൂടുതലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന മൈൻഡ് സെറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്, അവരെ കാണാൻ കഴിയുമോ, അവരെന്നെ ആലോചിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് വീണ്ടും സംസാരിക്കാൻ പറ്റുമോ, ഇനി വീണ്ടും ഒന്നിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അവരവരുടെ ഡെയിലി ലൈഫ് റൂട്ടീൻ നോർമലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ചിന്തകൾ അവരിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കംപ്ലീറ്റ്ലി ഇല്ലാതായിട്ടില്ല. അവർ പുറമേ ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും, അത് ഫ്രണ്ട്സിന് മുന്നിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും, അവർ പുറമേ സ്ട്രോങ് ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടോ, എനിക്കിപ്പോഴും അവരോട് ഫീലിങ്സ് ഉണ്ടോ, ഞാൻ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചിന്തകളൊക്കെ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സംസാര രീതി, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ്, ഇവയെല്ലാം തന്നെ ഇപ്പോൾ വേറൊരാളെ കാണുമ്പോൾ ചിലപ്പോൾ അവരെ പോലെ അല്ല നിങ്ങൾ എന്നുള്ളൊരു കമ്പാരിസൺ വരെ അവർ നടത്തുന്നുണ്ടാവാം. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി അവസാനിച്ചു എന്നൊരു ഫീലിംഗ് അല്ല ഉള്ളത്, മറിച്ച് യൂണിവേഴ്സ് എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കുമോ, ഞങ്ങൾക്ക് വേണ്ടി നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ബെറ്റർ ആക്കി തരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു ഹീലിംഗ് ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് അവർ സ്ലോലി ഇമോഷണൽ ഹീലിംഗ് പ്രോസസ്സിലായിരിക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഫീലിങ്സ് ഉണ്ടെങ്കിൽ പോലും അത് ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യാതെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, അവർ ചിന്തിക്കുന്നത്, അവർ കൺട്രോൾ ചെയ്യുന്നത്, ഞാനിപ്പോൾ മെസ്സേജ് അയക്കണോ അതോ കാത്തിരിക്കണോ, അവരിങ്ങോട്ട് അയക്കും അല്ലെങ്കിൽ അവരെന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇനിയും ടൈം എടുക്കണോ എന്നുള്ള ഒരു സെൽഫ് കൺട്രോൾ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കണക്ഷൻ ഒരു ഫേക്ക് കണക്ഷൻ അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെ ആയിരുന്നു. നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഒരു സ്പെഷ്യൽ ബോണ്ട് തന്നെയാണെന്ന് നിങ്ങളുടെ വ്യക്തി ഓർക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നു, ഞങ്ങളെ കണക്ട് ചെയ്ത എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, പക്ഷെ എവിടെയാണത് കളഞ്ഞു പോയത് എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു റീയൂണിയൻ എനർജി ഇവിടെ പോസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ഒരു ഡിഫെൻസീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് അവരുടെ ഈഗോ, ഭയം, പ്രൈഡ്, അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന വേദനകൾ, ഇതെല്ലാം കാരണം ഫീലിങ്സ് ഉണ്ടെങ്കിലും അവർ തുറന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ്. ഒന്നും പുറത്ത് കാണിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഉണ്ടാവുക, അവർ റിജക്റ്റ് ചെയ്താൽ എനിക്കത് താങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ കോൾ ചെയ്താൽ അവർ എടുക്കുമോ, ഞാൻ വീണ്ടും ഹേർട്ടാകുമോ എന്ന ഭയം ഉള്ളിൽ നന്നായിട്ട് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രസൻസ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഓവറോള് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും പ്രതീക്ഷയും അതുപോലെ തന്നെ നിങ്ങളൊത്തുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളൊത്തുള്ള മെമ്മറീസ്, ഇവയെല്ലാം തന്നെ ഇപ്പോഴും അലൈവായിട്ട് തന്നെയാണ് കാണുന്നത്. യൂണിവേഴ്സ് എന്നെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ സാധിപ്പിച്ചു തരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്, ഹോപ്പിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ പോസിബിൾ ആക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സപ്പോർട്ട് ചെയ്യുക.